ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. നമ്മൾ മുകുന്ദമാല സ്തോത്രമാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത്. 23 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് 24-ാമത്തെയും 25-ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. 24-ാമത്തെ ശ്ലോകം നോക്കാം. നാഥേ ധാതരി ഭോഗി ഭോഗശയനേ നാരായണേ മാധവേ ദേവേ ദേവകി നന്ദനേ സുരവരേ ചക്രായുധേ ശാർങ്കിണി ലീലാശേഷ ജഗത് പ്രപഞ്ച ജഠരേ വിശ്വേശ്വരേ ശ്രീധരേ ഗോവിന്ദേ കുരു ചിത്തവൃത്തിമചലാ അന്യൈസ്തു കിം വർത്തനേ. നാഥേ, ശരിയായ രക്ഷിതാവും, ധാതരി, എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവും, ഭോഗി ഭോഗശയനേ, ആദിശേഷനിൽ പള്ളി കൊള്ളുന്നവനും, നാരായണേ, നാരായണനും, മാധവേ, ലക്ഷ്മി വല്ലഭനും, ദേവകീ നന്ദനെ, ദേവകീപുത്രനും, സുരവരേ, ദേവശ്രേഷ്ഠനും, ചക്രായുധേ, സുദർശന ചക്രമാകുന്ന ആയുധത്തോടു കൂടിയവനും, ശാർങ്കിണി, ശാർങ്കമെന്ന വില്ല് ധരിച്ചവനും, ലീലാശേഷ ജഗത് പ്രപഞ്ച ജഠരേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ വെറും ലീലയായി ഉദരത്തിൽ ധരിച്ചവനും, വിശ്വേശ്വരേ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്താവും, ശ്രീധരേ, ശ്രീയെ ധരിച്ചവനും, അതായത് ഐശ്വര്യ ദേവതയെ മാറിൽ ധരിച്ചിരിക്കുന്നവനും, ഗോവിന്ദേ, ഗോക്കളുടെ പശുക്കളുടെ ഇന്ദ്രനുമായ. ഗോവിന്ദ പദത്തിന് അനേകം അർത്ഥങ്ങളുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗോക്കളുടെ എന്നാണ്. ഗോക്കളുടെ പശുക്കളുടെ ഇന്ദ്രനുമായ ദേവേ, ഭഗവാനിൽ. അച്ചെല്ലാം നിശ്ചലമായ ചിത്തവൃത്തിം ഗുരു, മനോവൃത്തിയെ ഉറപ്പിക്കുവിൻ. അന്യൈ തു, മറ്റുള്ള, വർത്തനൈ, പ്രവർത്തികളെ കൊണ്ട്, കിം, എന്ത് പ്രയോജനം? അനേകങ്ങളായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ നിറഞ്ഞിട്ട് മനസ്സിങ്ങനെ അലയാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, ഒരു ആലോചനയിൽ നിന്ന് വേറൊരു ആലോചനയിലേക്ക് അതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്, കുരങ്ങനെ പോലെ. ഇപ്പോൾ മനസ്സ് ചഞ്ചലമാണ്. ആ ചഞ്ചലമായ മനസ്സിനെ എന്ത് വേണം? ഏകമായ ഒന്നിൽ ഉറപ്പിക്കാൻ കഴിയണം. ആ ഏകമായ ഒന്നിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകമായത് എന്ന് പറയാൻ ഒരാളേ ഉള്ളൂ. അതാരാണ്? ആ ഭഗവാൻ മാത്രമാണ്. എങ്ങനെയുള്ള ഭഗവാൻ? എല്ലാ ആൾക്കാരുടെയും സകല ചരാചരങ്ങളുടെയും രക്ഷിതാവും, ശരിയായ രക്ഷിതാവും, എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവും, ആദിശേഷനിൽ ശയിക്കുന്നവനുമായിട്ടുള്ള ആ നാരായണനായ, ലക്ഷ്മീവല്ലഭനായ, ദേവകീപുത്രനായ, ഉണ്ണിക്കണ്ണനായ, ദേവശ്രേഷ്ഠനായ ആ ഭഗവാനിൽ ഉറപ്പിക്കുവിൻ. ആ ഭഗവാൻ കൈകളിൽ സുദർശന ചക്രമേന്തിയിട്ടുണ്ട്, ശാർങ്കമെന്ന വില്ല് കയ്യിലെടുത്തിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവനെ ഭഗവാൻ എന്താ ചെയ്യണ? ലീലയായിട്ട് ഉദരത്തിൽ ധരിച്ചിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവന് നിയന്താവുമാരാണ് ആ ഭഗവാൻ മാത്രമാണ്. അങ്ങനെയുള്ള ഭഗവാനിൽ നമ്മളുടെ മനോവൃത്തിയെ ഉറപ്പിക്കുവാൻ, ഇങ്ങനെ നിശ്ചലമായ മനോവൃത്തിയെ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മനസ്സിൻ്റെ ചഞ്ചലതയെ ഇല്ലാതെയൊക്കെ എങ്ങനെയാണ് നമുക്കിതിന് സാധിക്കുക? മനസ്സ് ചഞ്ചലമാണ്.
മനസ്സിൻ്റെ സ്വഭാവമാണ് ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. അപ്പം എങ്ങനെയാണ് ഇതിനെ ഒന്നിൽ ഉറപ്പിക്കുക? വഴിയുണ്ട്. നിരന്തരം ഭഗവാന്റെ കഥകളെ കേൾക്കുക, ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ അങ്ങനെ പാടുക, ഭഗവാന്റെ കഥകളെ കീർത്തിക്കുക. അതായത് നമ്മൾ ശ്രവിച്ചിട്ടുള്ള ആ കഥകളെ നമ്മൾ പറയുക. ആ ഭഗവാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ലീലകളാടി, ഇതൊക്കെ നമ്മളിങ്ങനെ പറയുക. പിന്നെയോ നിരന്തരമായിട്ട് നാമം ജപിക്കുക, നിരന്തര ജപം. അങ്ങനെ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന മനസ്സിനെ, പലതിലായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന മനസ്സിനെ പതുക്കെ പതുക്കെ ആ മനസ്സിൻ്റെ ശ്രദ്ധയെ നമ്മൾക്ക് എന്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഈ ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മറ്റുള്ള വൃത്തികളെ കൊണ്ട് അനേകം കാര്യങ്ങളിങ്ങനെ മനസ്സിലിട്ട് ചകഞ്ഞ് ആലോചിച്ച് ഓരോന്ന് ഒരു പ്രശ്നത്തിൽ നിന്ന് വേറൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടും. എന്തിനാ ഇതിനൊക്കെ നിൽക്കണം? എന്താ ഇതിനോട് ഒരു പ്രയോജനമുള്ളത്? ഒരു പ്രയോജനവും ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്, മറ്റുള്ള പ്രവൃത്തികളെ കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് ആ ഭഗവാനിൽ നിശ്ചലമായ മനോവൃത്തിയെ ഉറപ്പിക്കുവിൻ എന്ന് പറഞ്ഞു. ഇനി 25-ാമത്തെ ശ്ലോകം നോക്കാം. മാദ്രാക്ഷം ക്ഷീണപുണ്യാൻ ക്ഷണമപി ഭവതോ ഭക്തിഹീനാൻ പദാബ്ജേ മാശൗഷം ശ്രാവ്യബദ്ധം തവ ചരിതം അപാസ്യാന്യദാഖ്യാനജാതം മാസ്മാശം മാധവ ത്വാമപി ഭുവനപതേ ചേതസാ പന്നുവാനാൻ മാ ഭുവം ത്വത്സപര്യാവ്യതികരരഹിതോ ജന്മ ജന്മാന്തരേപി. അതിമനോഹരമായ ശ്ലോകം. ക്ഷീണപുണ്യാൻ, പുണ്യം ക്ഷയിച്ചവരും, ഭവത പദാബ്ജേ, അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ, ഭക്തിഹീനാൻ, ഭക്തിയില്ലാത്തവരുമായ മനുഷ്യരെ, ക്ഷണമപി, അല്പസമയം പോലും, മാ അദ്രാക്ഷം, കാണാൻ എനിക്ക് ഇടവരരുത്, തവ ചരിതം അപാസ്യ, അവിടുത്തെ കഥകളല്ലാതെ, ശ്രാവ്യബദ്ധം അപി, കേൾക്കാൻ സുഖമുള്ളവയാണെങ്കിലും, അന്യത് ആഖ്യാനജാതം, മറ്റ് കവിതകളോ സാഹിത്യമോ, മാ അശ്രൗഷം, എനിക്ക് കേൾക്കാൻ ഇടവരരുത്. ഭുവനപതേ, ലോകനാഥ, ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള മാധവ ലക്ഷ്മീപതിയുമായിട്ടുള്ള ആ ഭഗവാനെ, ത്വാം അപി, അങ്ങയെപ്പോലും, ചേതസ, മനസ്സുകൊണ്ട്, അപഹ്നുവാനാൻ, ഉപേക്ഷിക്കുന്നവരെ, മാ അസ്മാഷം, എനിക്ക് ഓർക്കാനേ ഇടവരരുത്. ജന്മജന്മാന്തരേ അപി, ഈ ജന്മത്തിലും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ജന്മങ്ങളിലും, ത്വത്സപര്യാവ്യതികരരഹിത, നിന്തിരുവടിയെ, അങ്ങയെ സേവിക്കാത്തവനായി, മാ അഭൂവം, ഞാൻ ഒരിക്കലും തീരാതിരിക്കട്ടെ എന്ന് പറയാണ് അവിടെ. ഭഗവാനോട് പറയാണ്, ഭഗവാനെ, അങ്ങയുടെ ആ തൃപ്പാദങ്ങളിൽ ഭക്തിയില്ലാത്ത പുണ്യം ക്ഷയിച്ചിട്ടുള്ള ജനങ്ങളെ ഞാൻ കാണുവാൻ ഇടവരാതിരിക്കട്ടെ. അപ്പോൾ ആർക്കാണ് ആ പാദാരവിന്ദങ്ങളിൽ ഭക്തിയില്ലാതെ ഇരിക്കുക? അങ്ങനെയുള്ള ആൾക്കാർ പുണ്യം ക്ഷയിച്ചവരാണെന്നാണ് പറയുന്നത്. ഇനി അങ്ങയുടെ ചരിത്രമൊഴിച്ച് മറ്റ് കഥകളൊന്നും ഞാൻ കേൾക്കാതിരിക്കട്ടെ. മറ്റ് കഥകൾ പറയണ അനേകം സാഹിത്യകൃതികളൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊന്നും ഞാൻ കേൾക്കാതിരിക്കട്ടെ. അല്ലയോ ലോകനാഥനായ ഭഗവാനെ, അങ്ങേ മനസ്സുകൊണ്ടുകൂടി ഓർമ്മിക്കാത്ത പാപികളെ, ആ മനസ്സുകൊണ്ടുപോലും അങ്ങേ ഓർമ്മിക്കാത്ത പാപികളെ ഞാൻ സ്മരിക്കാതിരിക്കട്ടെ. അങ്ങനെയുള്ളവരെ ഞാൻ ഓർക്കുക കൂടി ചെയ്യരുത്. കാരണം അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഇപ്പോൾ ഓർത്തിരിക്കുക വെച്ചാൽ, എന്നാൽ അവരെയൊന്ന് കണ്ടാലോ, അവരെ ഒന്ന് വിളിച്ചാലോ എന്നൊക്കെ തോന്നും നമുക്ക്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംഘമുണ്ടാവുമ്പോൾ അവർ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ മുങ്ങി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവരാണല്ലോ ഈ ഭഗവാനെ മനസ്സുകൊണ്ടുകൂടി ഓർമ്മിക്കാതിരിക്കുക.
അങ്ങനെയുള്ള ആ പുണ്യം ക്ഷയിച്ചിട്ടുള്ള ആൾക്കാരാണല്ലോ മനസ്സുകൊണ്ട് ഭഗവാനെ ഓർക്കാതിരിക്കുക അല്ലേ. അപ്പം എന്താ പറയണ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംഘം ഉണ്ടായ ഈ സംഘദോഷം എന്നുള്ളത് വലിയ ആപത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ അടുക്കാനിടവന്നാൽ എന്താ നമുക്ക് കേൾക്കാൻ സാധിക്കുക, നിരന്തരമായിട്ട് വിഷയങ്ങളെക്കുറിച്ചാവും നമുക്ക് അവരിൽ നിന്നും കേൾക്കാൻ സാധിക്കുക. അതുകൊണ്ട് എന്താ പറയണത്, മനസ്സുകൊണ്ടുകൂടി അങ്ങേ ഓർമ്മിക്കാത്ത ആ പാപികളെ ഞാൻ സ്മരിക്കാതിരിക്കട്ടെ, ജന്മജന്മാന്തരങ്ങളിൽ കൂടി അങ്ങയുടെ പൂജാകാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവനായി ഭവിക്കാതിരിക്കട്ടെ എന്നാ പറയണത്. അതായത് എത്ര ജന്മം എടുത്താലും എപ്പോഴും എൻ്റെ ശ്രദ്ധ എന്തിലാവണം, അങ്ങയിലാവണം, ആ ഭഗവാനിലാവണം, ആ ഭഗവാന്റെ പൂജാകാര്യങ്ങളിലൊക്കെ ആയിരിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ കണ്ണ്, കാത്, മനസ്സ് മുതലായ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാനിൽ തന്നെ ചേർന്ന് നിൽക്കണം എന്ന് പറയാണ്. അപ്പോൾ ഈശ്വരനിൽ ഭക്തിയില്ലാത്തവരോടുകൂടി ജീവിച്ചാൽ നമ്മളും അതുപോലെ ആയിത്തീരും. നമ്മൾ പറയും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന പോലെ എന്തിനോടാണോ ഈ ചർച്ച വരുന്നത്, എന്തിനോടാണോ ഈ സംഘം ഉണ്ടാവുന്നത്, ആ തരത്തിലുള്ള ചിന്തകളായിരിക്കും നമ്മൾക്കുണ്ടാവുക. അപ്പോൾ ഭഗവാനിൽ നിന്ന് വളരെയധികം അകന്ന് ജീവിക്കുന്ന, വിഷയ തൽപരരായി ജീവിക്കുന്ന പ്രാകൃതർ എന്ന് പറയാം അവരെ അല്ലേ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംഘം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ, നമ്മളും അതുപോലെയാവും. അപ്പോൾ അത് വേണ്ട നമ്മൾക്ക്. അപ്പോൾ എപ്പോഴും ആ ഭഗവത് ചിന്തകൾ വളർത്തണമെങ്കിൽ എങ്ങനെയാണ്, അത്തരത്തിലുള്ള സംഘം കൂടി നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ പറയാണ്, ഭക്തിയില്ലാത്തവരോടുകൂടി ജീവിക്കാൻ ഇടവരാതിരിക്കട്ടെ, എല്ലാ ജന്മങ്ങളിലും ഇതുപോലെ ഭഗവാന്റെ ഭക്തനായി ജനിക്കണമെന്ന് താല്പര്യം. ഈ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.